Hello dear students, നമ്മുടെ യൂണിറ്റ് 8ൻ്റെ ലാസ്റ്റ് പോർഷൻസ് ആണ് എറ്റിക്വറ്റ്സ് ഓർ നെറ്റിക്വറ്റ് ഇൻ റൈറ്റിംഗ്. സോ വാട്ട് ഈസ് എൻ എറ്റിക്വറ്റ്? ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ദ മാനേഴ്സ് വി ആർ എക്സ്പെക്റ്റഡ് ടു കീപ്പ്. ഇറ്റ് ഈസ് എ കസ്റ്റമറി കോഡ് ഓഫ് ബിഹേവിയർ ഇൻ സൊസൈറ്റി among members of a particular profession or a group. While using internet, we have to follow certain code of conduct to ensure the reputation of both personal and professional. This correct or acceptable way of using the internet is called netiquette. Okay, the term etiquette it is referred to the manners we are expected to group, especially in your group. In some particular profession or a group. At the same time, netiquettes are the manners we are expected to keep while we are online. Okay, online communication നമുക്കറിയാം ഒരുപാട് ബാരിയേഴ്സും ഒരുപാട് ലിമിറ്റേഷൻസും ഉണ്ട്. ബട്ട് സ്റ്റിൽ വി ആർ എക്സ്പെക്റ്റഡ് ടു കീപ്പ് എ കോഡ് ഓഫ് കോണ്ടാക്റ്റ്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ഇമെയിൽ സെൻഡ് ചെയ്യുന്നു, അത് എന്താണോ അതിൻ്റെ കോഡ് ഓഫ് കോണ്ടാക്റ്റ്, അതിൻ്റെ മാനേഴ്സ് എങ്ങനെയാണോ വി ആർ എക്സ്പെക്റ്റഡ് ടു കീപ്പ് ഇറ്റ്. നമ്മൾ ഒരിക്കലും കാണാൻ സാധ്യതയില്ലാത്ത ഒരാൾക്കാണ് ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മെയിൽ ചെയ്യുന്നത്, അതുകൊണ്ട് അതിലെന്തും എഴുതാം. ഡോണ്ട് ഡു. ഓക്കെ, ഇറ്റ് വോണ്ട് ഗെറ്റ് അക്സെപ്റ്റഡ്. സോ ഇൻ ദിസ് ഏരിയ വി ആർ ഗോയിങ് ടു സീ ദ നെറ്റിക്വറ്റ്സ്, എസ്പെഷ്യലി ഇമെയിൽ etiquettes. Okay, it's a long list in your textbook. In your page number 155, I have selected some. We are expected to maintain privacy. Okay, if you are sending a message to a group of people and you need to protect the privacy of your list, you should always use BCC. We have seen what CC and BCC. So if you want to make your mail private, we should keep the mail ID under BCC. Then we are expected to keep separate accounts for personal and business or professional emails. നമ്മുടെ പേഴ്സണൽ ഇമെയിൽസും പ്രൊഫഷണൽ ഇമെയിൽസിനുള്ള മെയിൽ IDs ഇറ്റ് ഷുഡ് ബി ഡിഫറെൻറ്റ്. ബിക്കോസ് ചില സമയത്ത് നമ്മൾ മാറിപ്പോവുകയും മെയിൽ സെൻഡ് ചെയ്യുകയും അങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ ഇറ്റ്സ് ബെറ്റർ ടു കീപ് സെപ്പറേറ്റ് അക്കൗണ്ട്സ്. Check emails at least once a day and respond in a timely fashion. Okay, അതും ഒരു പ്രൊഫഷണലായിട്ടുള്ള വേ ഓഫ് തിങ് ആണ്. നമ്മൾ മെയിൽ ഞാൻ കണ്ടിട്ടില്ല അല്ലെങ്കിൽ എനിക്ക് കിട്ടിയിട്ടില്ല, ഐ ഹാവൻറ്റ് ചെക്ക്ഡ് മൈ മെയിൽ ടുഡേ. ഓക്കെ, അങ്ങനെ ഒരു റിപ്ലൈ ഇറ്റ് ഇസ് നോട്ട് പ്രൊഫഷണൽ. വി ആർ എക്സ്പെക്റ്റഡ് ടു ചെക്ക് ദ മെയിൽ വൺസ് ഇൻ എ ഡേ. ഓക്കെ, നമ്മളൊക്കെ മെയിൽ ID ഉണ്ടാക്കിയ ശേഷം ചിലപ്പം ആ വഴിക്ക് പോയിട്ടുണ്ടാവില്ല. ആൻസി ഇറ്റ് വോണ്ട് ഗെറ്റ്, അങ്ങനെ ഒരു ആൻസർ ഒരിക്കലും നിങ്ങളുടെ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ആൻസർ അല്ല. ഓക്കെ, റെഗുലറായിട്ട് നമ്മൾ ചെക്ക് ചെയ്യും. റിപ്ലൈ കൊടുക്കേണ്ടതാണ് എങ്കിൽ ദാറ്റ് വി ഷുഡ് ഡു. Briefly introduce yourself when we send a mail. Do not assume the person receiving your email knows who you are or remembers meeting you. If you are uncertain whether the recipient recognizes your email address or name, include a simple reminder of who you are in relation to the person you are reaching out to. That is needed. Then be clear in your subject line. Subject line is very important. With inboxes being clogged by hundreds of emails a day, it's crucial that your subject line gets to the point. It should be reasonably simple and descriptive of what you have written about. ഭയങ്കര ക്ലിയർ ക്രിസ്പായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ലൈൻ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ബിക്കോസ് ആ സബ്ജക്റ്റ് ലൈനും അവിടെ വിസിബിൾ ആയിരിക്കും. മെയിൽ റിസീവ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നതിന് മുൻപ് തന്നെ ദാറ്റ് സബ്ജക്റ്റ് ലൈൻ വിൽ ബി വിസിബിൾ. ഇപ്പോൾ എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സബ്ജക്റ്റ് ലൈൻ ഇല്ലാതെയും നമ്മൾക്ക് മെയിൽ സെൻഡ് ചെയ്യാം, പക്ഷെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. എത്ര പേഴ്സണൽ മെയിൽ ആണെങ്കിലും ഇറ്റ്സ് ബെറ്റർ ടു കീപ്പ് എ സബ്ജക്റ്റ് ലൈൻ. Then don't email angrily.
emailing with bad news, firing a client or vendor, expressing anger, reprimanding someone, etc. Don't do. Avoid using shortcuts to real words. Use only standard abbreviations. ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് എല്ലാത്തിലും പറയുന്നതാണ്. We are expected to use only the standard abbreviations. Standard abbreviations means commonly accepted abbreviations. നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന abbreviations യൂസ് ചെയ്യാൻ പറ്റില്ല. Words from grown business people using shortcuts such as for you, great in business related email is not acceptable. ഓക്കെ, നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നമുക്കറിയാം ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ്ങും വാട്സപ്പും ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ നമ്മൾ എല്ലാത്തിനും ഷോർട്ട് ഫോംസ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഒരിക്കലും ഒരു ഫോർമൽ ഇമെയിലിൽ ഇത്തരത്തിലുള്ള അബ്രിവേഷൻസ് വി കാൺഡ് യൂസ്. ഓക്കെ, your email is a reflection of you. Every email you send adds to or detracts from your reputation. If your email is scattered, disorganized and filled with mistakes, the recipient will be inclined to think of you as a scattered, careless and irresponsible person. Okay, I have already mentioned it. Your email or your write-ups, it's a reflection of yourself. അപ്പം അത് പെർഫെക്റ്റ് ആക്കുക എന്നുള്ള ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, അതിൽ മിസ് നിർത്തുകയാണ്. ഒരുപാട് ഡീറ്റെയിൽസ് അത് ഇൻ യുവർ ടെക്സ്റ്റ്. ഓക്കെ, സിമ്പിൾ നിങ്ങൾ ടെക്സ്റ്റ് നിർബന്ധമായിട്ടും വായിച്ചു പോവുക. നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്ന കൈൻഡ് ഓഫ് ഇൻസ്ട്രക്ഷൻസാണ് പേജ് നമ്പർ 155 ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. Our next topic is fax transmissions. Faxing documents is a business process and you are expected to include a cover page free of any unnecessary information or artwork. Include on the cover sheet your name and contact information, the number of pages, the intended recipient and any other pertinent information. So it should be clear in all the sense. നമ്മൾ ഫാക്സ് സെൻഡ് ചെയ്യുന്ന സമയത്ത് it should be complete, it should be clear. പിന്നെ അതിൽ കൺഫ്യൂഷൻസ് എക്സിസ്റ്റ് ചെയ്യാത്ത രീതിയിൽ നമ്മളത് ക്ലിയറായിട്ട് ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ കൂടുതൽ മിസ്റ്റേക്സ് വന്നിട്ടുണ്ട് എങ്കിൽ ഇത് കാണുന്ന ആൾ കിട്ടുന്ന ആൾ കൂടുതൽ ഇറിറ്റേറ്റഡ് ആണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലും പെർഫെക്റ്റ് ആക്കിയിട്ടുള്ള രീതിയിൽ ഫാക്സ് സെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. After transmitting your fax, make a follow-up call to the recipient. This does not require an in-depth discussion on what the fax contained. You are simply confirming the fax was received. Use discretion when faxing sensitive or confidential information. If you are sending personal information, let the individual know you are sending the fax beforehand. One way to avoid this type of issue is to use an online faxing service. These services send faxes directly to a personal computer. Okay. Keep a copy of fax transmissions in case they are needed to confirm that they were sent. Respect the privacy of confidential faxes received. Don't share personal information with your co-workers. If you receive a fax in error, let the sender know by giving them a call. Usually it is requested that you destroy any faxes received in error. ഇത് കംപ്ലീറ്റ് ഫോർമൽ ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് സെൻഡിങ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ എല്ലാ രീതിയിലുള്ള ഫോർമാലിറ്റീസും വി ആർ എക്സ്പെക്റ്റഡ് ടു കീപ്പ്. ഓക്കെ, ഇറ്റ്സ് നോട്ട് ഭയങ്കര കോമൺ ആയിട്ട് നമ്മളിപ്പം യൂസ് ചെയ്യാറില്ല. ബട്ട് സംടൈംസ് ബേസ്ഡ് ഓൺ ദ സിറ്റുവേഷൻസ് വി ആർ എക്സ്പെക്റ്റഡ് ടു യൂസ് ഇറ്റ്. And then our next topic is magic words. Okay, what are magic words? Magic words are words which express respect and courtesy towards others. These words smooth the path of one's career and improve relationships with others, both business and social. Okay, ഒരു മാജിക് പവർ ഉള്ള വേർഡ്സ് ആണ്. യു ആർ ഫെമിലിയർ വിത്ത് മാജിക് വേർഡ്സ് ലൈക്ക് പ്ലീസ്, good morning, thank you, excuse me, you are welcome, I am sorry, hello, good night, goodbye, how are you,
ഓക്കെ, ദീസ് വേർഡ്സ് നമുക്കറിയാം വെറുതെ ആണെങ്കിലും നമ്മുടെ മുഖത്തൊരു സന്തോഷം ക്രിയേറ്റ് ചെയ്യുന്ന വേർഡ്സാണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ. അത്രയേ ഉള്ളൂ നമ്മൾ മാജിക് വേർഡ്സ് എന്നുള്ളത് കൊണ്ട് അല്ലേ. ഒരു പ്രത്യേക പവറുള്ള വേർഡ്സാണ് ഇതെല്ലാം. പ്ലീസ്, വലിയ അത്യാവശ്യം ഇല്ല എങ്കിലും നമ്മളൊരു പ്ലീസ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാര്യമായിട്ടൊന്നും സംഭവിക്കാനില്ല. അത് കേൾക്കുന്ന ആൾ ഓക്കെ റിക്വസ്റ്റിംഗ് മീ, ദെൻ ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ, ദീസ് വേർഡ്സ് വി നോ. നമ്മൾ പലപ്പോഴും നമ്മൾ ഗ്രീറ്റ് ചെയ്യാറുണ്ട്. എന്തിനാ എന്നുള്ളതല്ല ക്വസ്റ്റ്യൻ, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പ്ലഷർ അല്ലേ. ഇറ്റ് ക്രിയേറ്റ്സ് എ സ്മൈൽ ഓൺ അതേഴ്സ് ഫേസ്. ഇപ്പം നമുക്കതിന് സാധിക്കുന്നുണ്ട് എങ്കിൽ ഓക്കെ, ദെൻ താങ്ക് യു. വലിയ അത്യാവശ്യം ഇല്ലെങ്കിലും ഒരു താങ്ക് യു ഒക്കെ പറയുക. എക്സ്ക്യൂസ് മീ, ഹവ് യു. ഓക്കെ, ആകെ 3 ഏറ്റവും സിമ്പിളായിട്ടുള്ള 3 ടേംസാണ്, ബട്ട് ഇറ്റ് മീൻസ് എ ലോട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള പവറുള്ള ഈ വേർഡ്സിനെ വി യൂസ് ടു കോൾ ഇറ്റ് മാജിക് വേർഡ്സ്. ഓക്കെ, ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. അപ്പോൾ ഇത് വേറെ ഒന്നും ആണെന്ന് വിചാരിക്കേണ്ട. അറ്റ് ദ സെയിം ടൈം ഈ വേർഡ്സ് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന വേയിൽ ഡിഫറൻസ് വന്നിട്ടുണ്ടെങ്കിൽ വി കനോട്ട് കോൾ ഇറ്റ് എ മാജിക് വേർഡ് അല്ലേ. ഫോർ എക്സാമ്പിൾ താങ്ക് യു, ഭയങ്കര ഷൗട്ട് ചെയ്തുകൊണ്ട് നമ്മളൊരു താങ്ക് യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോ എഫക്ട്സ്. Okay, so you should actually that magic lies in the tone of the person who speaks. ഓക്കെ, അത് സംസാരിക്കുന്ന ആരാണോ ഈ വേർഡ്സാണ് യൂസ് ചെയ്യുന്നതെങ്കിലും ഡെഫിനറ്റ്ലി ദറ്റ് മാജിക് ലൈസ് ഓൺ ദ ടോൺ ഓഫ് ദ പേഴ്സൺ ഹൂ യൂസസ് ഇറ്റ്. ഓക്കെ, ദാറ്റ് യു ഷുഡ് കീപ്പ് ഇൻ മൈൻഡ് ഓൾവേസ്. ആൻഡ് ദ നെക്സ്റ്റ് ടേം ഇസ് നെറ്റ്വർക്കിംഗ്. Networking is social marketing. It's about circulating business functions on a social level. In brief, networking is meeting people, getting to know them and keeping in touch with them. Networking is social marketing. So, പല കാര്യങ്ങൾക്കായിട്ട് it can be directly linked to promotion, advances, new jobs, new clients and perhaps even changing jobs. And in short, it is meeting people, getting to know them and keeping in touch. Okay, this is very important. It is needed in all the sense. And our last topic is business card etiquettes. Hope you know what a business card is. So some manners, see etiquette as we already discussed, some manners we are expected to keep in the case of business cards. ഓക്കെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സിമ്പിളാണ്, ഇതിനെന്താ മാനേഴ്സ് ഉള്ളത് എന്നൊക്കെ ഒരുപക്ഷെ നമുക്ക് തോന്നിയേക്കാം. ഇൻ ദ സെയിം ടൈം നോക്കുക, നെവർ ലീവ് യുവർ ഹോം ഓർ ഓഫീസ് വിത്തൗട്ട് യുവർ കാർഡ്സ് ആൻഡ് ഹാവ് പ്ലെൻറ്റി ഓഫ് ദം. ദർ ഇസ് നത്തിങ് മോർ അൺപ്രൊഫഷണൽ ദാൻ ദ ബിസിനസ് പേഴ്സൺ ഹു ഹാസ് ടു സേ ഓഫ് ഐ എം സോറി, ഐ ജസ്റ്റ് gave out my last card, or I'm sorry I didn't bring any with me. ഒരിക്കലും എൻ്റെ കയ്യിൽ കാർഡില്ല അല്ലെങ്കിൽ ഞാൻ എടുത്തിട്ടില്ല ഇത്തരത്തിലുള്ള ആരെങ്കിലും ചോദിച്ചാൽ don't give such reply. It should be with you, that's all. Keep your cards in a business card case or in something that protects them from wear and tear. A crumpled business card makes a poor first impression. Okay, always make a comment about a card when you receive it, not the logo, the business name or some other piece of information. This places value on the card. Cards should not be given to senior executives, your senior executives. It does not need it. Okay, keep your business cards up to date. When any of your contact information changes, add the new one immediately. ചിലപ്പോഴെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കാർഡ് എടുത്ത് തന്നിട്ട് ഓൾറെഡി ഉള്ള മൊബൈൽ നമ്പർ സ്ട്രൈക്ക് ചെയ്തിട്ട് ഐ ഹാവ് ചേഞ്ച്ഡ് മൈ നമ്പർ, പുതിയ നമ്പർ ഇതാണെന്ന് പറഞ്ഞിട്ട് വേറെ നമ്പറൊക്കെ ആയിരുന്നു. സോ ദീസ് തിങ്സ് ആർ നോട്ട് പ്രൊഫഷണൽ. ഓക്കെ, എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവണം. ദെൻ ask for someone's card if you wish to get in touch with them. ഓക്കെ, നമുക്ക് ഒരാളെ പരിചയപ്പെട്ട് വീണ്ടും കോണ്ടാക്റ്റ് ചെയ്യേണ്ടി വരും എന്നുണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് ഫോർ എ കാർഡ്. ആൻഡ് യു ഷുഡ് അവോയ്ഡ് സ്കാറ്ററിങ് യുവർ കാർഡ്സ് ഇൻ എ ലാർജ് ഗ്രൂപ്പ് ഓർ ഓൺ എ മീറ്റിംഗ് ടേബിൾ. ഓക്കെ, there are some more, you can go through your text.
and I have included some model questions also from this chapter. First one is difference between CV and resume. What are the components of a CV? Prepare a cover letter and CV for the post of research assistant in Department of Commerce, Calicut University. Write a formal letter to your local municipal authorities inviting their attention to the problems regarding stray dogs. Okay, it's a formal letter to the municipal chairman regarding the problems of stray dogs. What measures will be taken from the municipality? In that way, we are expected to write. And write down the basic format of an email. What is a summary? What are the procedures of writing a summary? What is a memo? Write a review of the latest movie you saw for posting on your blog. What are the important elements of email etiquette? Okay. So these are the important questions from this chapter. So last two chapters are over, Unit 7 and Unit 8, Writing for Professional Purposes 1 and Writing for Professional Purposes 2. So watch all the videos. Thank you.